നമ്മൾ എന്തിനാണ് യാത്രക്ക് ഇറങ്ങിയത് എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു ഇന്നലെ ഒരൊറ്റ ദിവസം സ്കേൻ. ഇന്നലെ നമ്മൾ ശംഖുമുഖത്ത് കണ്ട ആൾക്കാർ ഭയന്ന ആൾക്കാരെ നമ്മൾ കണ്ടു, നമ്മൾ കാട്ടാക്കടയെ കണ്ടു, നമ്മൾ ഈ സ്ഥലങ്ങളിലൊക്കെ ഈ ലഹരി മുട്ടായെ പറ്റി പറയുന്ന അമ്മമാരെ പറ്റി നമ്മൾ കേട്ടു. അങ്ങനെ ഈ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ലഹരിയുടെ ആഴത്തിലുള്ള വേരോട്ടങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിന് രണ്ടാം ദിവസമാണ് സ്കേൻ ഇന്നുള്ളത്. രണ്ടാം ദിവസം നമ്മൾ തിരുവനന്തപുരത്ത് തന്നെയാണ് ഉള്ളത്. തിരുവനന്തപുരത്ത് ഇന്ന് നമ്മൾ വെഞ്ഞാറമൂട് തുടങ്ങിയിരിക്കുന്നു. കിളിമാനൂരിലെ ലഹരി വിരുദ്ധ പരിപാടിക്ക് ശേഷം ടെക്നോ പാർക്കിലും ലുലുമാളിലും നമ്മുടെ യാത്ര എത്തുന്നു. ഉച്ചയ്ക്ക് ശേഷം മുതലപ്പുഴയും വർക്കല ശിവഗിരി മഠവും സന്ദർശിക്കും. സ്കേൻ സലിം മാലിക്കാണ് അതിന്റെ ആ യാത്രയുടെ കുറച്ചുകൂടി മൈന്യൂട്ടായിട്ട് ഡീറ്റെയിൽസ് പറയാനുള്ളത്. ഓക്കെ, സലീം മാലിക് ചേരുന്നു നമുക്കൊപ്പം. സലീം, യഥാർത്ഥത്തില് നമ്മുടെ യാത്രയുടെ ആദ്യ ദിവസമായിരുന്നു ഇന്ന്. യഥാർത്ഥത്തിൽ അമ്മമാരൊക്കെ വളരെ അവരെയൊക്കെ നമ്മള് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഓക്കെ, നമ്മുടെ സ്വന്തം KSRTC ആണോ സർ? ഓക്കെ. അപ്പൊ സലീം, എങ്ങനെ നമ്മുടെ യാത്രയുടെ ഒരു ഇന്നത്തെ ബ്ലൂ പ്രിന്റ്? ഗുഡ് മോർണിംഗ് SK and ഹാഷ്മി, വിജയകുമാർ. നമ്മുടെ യാത്ര ഇന്നലെ നമ്മൾ കണ്ടതാണ്. വല്ലാത്തൊരു പിന്തുണ പൊതുസമൂഹത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. ഇന്നലെ വലിയ പിന്തുണ, പ്രത്യേകിച്ചും അമ്മമാരുടെയും ഒക്കെ പിന്തുണ, പ്രത്യേകിച്ചും ആ മുദ്രാവാക്യം, നമ്മൾ ഉയർത്തിയ മുദ്രാവാക്യം ജനങ്ങൾ ഓരോരുത്തരും ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നു എന്നും നമുക്ക് കാണാൻ കഴിഞ്ഞതാണ്. ഇന്ന് നമുക്ക് ഇതിന്റെ യാത്രയുടെ രണ്ടാം ദിവസം നമ്മളിപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. വെഞ്ഞാറമൂടിൽ നിന്ന് ആരംഭിച്ച ഈ യാത്ര ഒരല്പസമയം കൂടി കഴിയുന്നതോടുകൂടി അത് കിളിമാനൂരിലേക്ക് പോകും. കിളിമാനൂരിൽ ലഹരി വിരുദ്ധ പരിപാടി വിദ്യാർത്ഥികളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഇന്ന് രാവിലെ 11:00 ടെക്നോ പാർക്കിലേക്ക് എത്തുക. ടെക്നോ പാർക്കിൽ യുവജനങ്ങളെ കൂടി പ്രതിനിധീകരിച്ചുകൊണ്ട് അവിടുത്തെ പ്രതിധ്വനി എന്ന സംഘടനയുമായി ചേർന്നുകൊണ്ടാണ് നമ്മൾ ടെക്നോ പാർക്കിൽ ലഹരി വിരുദ്ധ പരിപാടി സംഘടിപ്പിക്കുന്നത്. അതിന് പിന്നാലെ ലുലുമാളിൽ സന്ദർശനം നടത്തുന്നുണ്ട്. ലഹരി വിരുദ്ധ സന്ദേശവും അക്രമത്തിനെതിരായ സന്ദേശവും ഉയർത്തിക്കൊണ്ടാണ് ലുലുമാളിലും സന്ദർശിക്കുന്നത്. പിന്നാലെ മുതലപ്പുഴയിലെ മനുഷ്യരെ കേൾക്കുന്നുണ്ട്. നമ്മൾ അവിടുത്തെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഇന്ന് 3:30 വർക്കലയിൽ നമ്മളെത്തും. വർക്കലയിൽ എത്തിയതിനു ശേഷം പിന്നീട് ശിവഗിരി മഠത്തിൽ 4:30 അത് ഈ ശിവഗിരി മഠമൊക്കെ എല്ലാ കാലത്തും ഈ ലഹരിക്കെതിരായ സന്ദേശം ഉയർത്തിക്കൊണ്ട് നിൽക്കുന്ന സ്ഥാപനങ്ങളാണ്. അവിടെയാണ് നമ്മൾ ഈ മുദ്രാവാക്യവുമായി എത്തുന്നത്. 4:30 ശിവഗിരി മഠത്തിലാണ് നമ്മുടെ ഇന്നത്തെ പര്യടനം ഉള്ളത്. അതിനുശേഷം 6 ശാർക്കരയിലാണ് നമ്മുടെ നാട്ടുകൂട്ടം പരിപാടി. ഇന്നലത്തെ പരിപാടിയിലൊക്കെ വലിയ ജനകീയ പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നുള്ളത്. പാറശാലയിലൊക്കെ വലിയ ജനകീയ പങ്കാളിത്തം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു വലിയ പങ്കാളിത്തത്തോടു കൂടിയാണ് നാട്ടുകൂട്ടം നമ്മൾ സംഘടിപ്പിക്കുന്നത്. വൈകുന്നേരം 6 ലഹരി വേട്ടയിൽ മെല്ലെപ്പോക്കോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് ആ ചർച്ച നടക്കുക. അതിനുശേഷം രാത്രി 8:30 ആറ്റിങ്ങലിൽ വിത്ത് പ്രൈം ടൈം വിത്ത് SK കൂടിയാണ് ഇന്നത്തെ പര്യടനം, രണ്ടാം ദിവസത്തെ പര്യടനം സമാപിക്കുക. വലിയ പിന്തുണ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചതുപോലെ സ്വാഭാവികമായും ഇന്നും ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പാണ്. കാരണം ഈ പരിപാടി പോകുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളിലൊക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഓരോരുത്തരും, നമ്മളവിടെ സംഘടിപ്പിച്ചിട്ടുള്ളതല്ലാത്ത ഓരോരുത്തരും വ്യക്തിപരമായി നമ്മളെ ബന്ധപ്പെടുന്നുണ്ട്. ഇത് ഏത് സമയത്താണ് വരേണ്ടത് എന്നത് ഉൾപ്പെടെ, അതിൽ അമ്മമാരുൾപ്പെടെ അങ്ങനെ വിളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ മുദ്രാവാക്യത്തിന് വലിയ സ്വീകരണം കിട്ടുന്നു. ഈ രണ്ടാം ദിവസത്തെ പര്യടനം ഈ നിലയിൽ നമ്മളിപ്പോൾ ക്രമീകരിച്ചിട്ടുമുണ്ട്. SK.